ഒരിക്കലും നമ്മളൊരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അമെൻമെൻറ്റ് പഠിച്ച് തീർക്കുക എന്നുള്ള ആ ലെവലിലേക്ക് നമ്മളിതിനെ കാണരുത്. കുറേശ്ശെ വെച്ച് പഠിച്ച് തീർക്കുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ സെക്ഷൻ 1 നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവരുടെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ടെന്നാണ് പറയുക. ഭാരതീയ റിപ്പബ്ലിക്കിൻ്റെ 74-ാം സംവത്സരത്തിൽ അത് ഓർത്തോണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്തോണം. സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്ക് പ്രയോജനകരമാക്കി സാമ്പത്തിക പുരോഗതി നൽകുന്നുണ്ടോ എന്നുമുള്ള ഒരു സൂക്ഷ്മ പരിശോധന എന്നാണ്. ഇനി നമ്മൾ വളരെ വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഹൈ ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമ്മളോട് ഇന്നത്തെ ഒരു ക്ലാസ് ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അല്ല ഒറ്റ ക്ലാസ് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾ സീരീസ് ആയിട്ട് കുറേശ്ശെ പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ക്ലാസ്സാണ് സാറേ അമെൻമെൻറ്റ്സുകളോട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നിലവിൽ ഇനി വരാൻ പോകുന്ന CSEB എക്സാമിന് അമെൻമെൻറ്റിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവാം അല്ലേ, അത് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. JCക്കും ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വളരെ അമെൻമെൻറ്റ് വന്നു. എനിക്ക് തോന്നുന്നു ഇത് സാധാരണ രീതിയിൽ ഇത് പറയുക, ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ പണ്ട് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓൾറെഡി മൈൻഡ് സെറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലേ. നിലവിലെ ആ ഒരു നിയമവും ചട്ടവും നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ നിലവിൽ ഇത് പഠിച്ച കുട്ടികൾ ഈ അമെൻമെൻറ്റ് വരുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരുന്നു, അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലേ അമെൻമെൻറ്റ് എങ്ങനെയാണ്. നമുക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു, അടുത്ത പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമോ ഇല്ലയോ എന്നല്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സംശയവും വേണ്ട, ഓൾറെഡി അവർ ഒഫീഷ്യലായിട്ട് തന്നെ CSEB പറഞ്ഞു അമെൻമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ കുറേ അധികം അമെൻമെൻറ്റ്സുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം വളരെ വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കാന്നുള്ളേ ഉള്ളൂ. ഒരിക്കലും നമ്മളൊരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അമെൻമെൻറ്റ് പഠിച്ച് തീർക്കുക എന്നുള്ള ആ ലെവലിലേക്ക് നമ്മളിതിനെ കാണരുത്. കുറേശ്ശെ വെച്ച് പഠിച്ച് തീർക്കുക. ഓക്കെ. കുറച്ച് ദിവസം എടുത്ത് കുറേശ്ശെ പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇവിടെ കാണാപ്പാടമല്ല, മനസ്സിലാക്കിയുള്ള പഠനമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മളൊരു ഇൻട്രഡക്ഷനാണ് പറയുക, പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കേസസ് അമെൻമെൻറ്റ് ആക്ട് 2023 ഒരു സീരീസ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലെ പാർട്ട് 1 നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, Cases Amendment Act 2023 is the Act 9 of 2024 എന്നാണ് പറയുക. ക്ലിയർ ആണെന്നുണ്ടോ? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേസസ് അമെൻമെൻറ്റ് ആക്ട് 2023 കേട്ടോ. കേസസ് അമെൻമെൻറ്റ് ആക്ട് 2023 ഈസ് ദ ആക്ട് 9 ഓഫ് 2024 എന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ. ഇനി പറയുന്നുണ്ട്, കേസസ് അമെൻമെൻറ്റ് 2023 ഒഫീഷ്യലി പബ്ലിഷ്ഡ് ഇൻ 7th June 2024. അപ്പോൾ നമുക്കറിയാം നമ്മൾ നിയമം പാസ്സായെങ്കിലും അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്കത് പഠിക്കേണ്ട കാര്യമില്ല. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇത് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത് ഗസറ്റിൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത്, അപ്പോൾ ഓർത്ത് നോക്കണം, ആക്ട് നമ്പർ 9 ആണ്. 2024 ആക്ട് നമ്പർ 9 ആണ്. പിന്നെ പറയുന്നുണ്ട് 7th June 2024 കേസസ് അമെൻമെൻറ്റ് 2023 ഒഫീഷ്യലി പബ്ലിഷ് ഇൻ 7th June 2024 അല്ലേ. June 7, 2024 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2024 June 7 കേട്ടോ കേരള സർക്കാർ വിജ്ഞാപനം വരിക. ഓക്കെ. നിയമനിർമ്മാണം വകുപ്പെന്നും പറഞ്ഞ് അതിൻ്റെ വിജ്ഞാപനം വരുന്ന ആ ഒരു ഡേറ്റിലാണ് 7th June 2024. പിന്നെ പറയുന്നത് ബില്ല് ദാറ്റ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദ ഗവർണറാണ്. അപ്പോൾ ഗവർണർ സൈൻ ചെയ്ത്, നമുക്കറിയാം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സംഭവമായിരുന്നു. കാരണം ഇത് ഓൾറെഡി വന്നു, ഗവർണർ ഒപ്പിട്ടില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഓർത്ത് നോക്കുക, ദ ബിൽ ദാറ്റ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദ ഗവർണർ. ഗവർണറുടെ അസെൻറ്റ് കിട്ടിയത് 26/4/2024 ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 7th June 2024 ഓർത്ത് നോക്കുക. ഓക്കെ. അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആക്ട് നമ്പർ 9 ആണ്, മനസ്സിലാക്കി. ആക്ട് നമ്പർ 9 ആണ്. 7th June 2024 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്, ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ദ ബില്ല് ദാറ്റ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദ ഗവർണർ. ഗവർണറിന് അസെൻറ്റ് കിട്ടിയത് 26/4/2024 പഠിക്കാൻ എളുപ്പമാണ്. 26/4/2024 അസെൻറ്റ് കിട്ടിയത്. അസെൻറ്റ് കിട്ടി പബ്ലിഷ് ചെയ്തത് 7th June 2024 പിന്നെ പഠിക്കണം, കേസസ് അമെൻമെൻറ്റ് ആക്ട് ഈസ് എനാക്റ്റഡ് ഇൻ ദ 74th year ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 74 എന്നാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ 74th വർഷമാണ് ഈ അമെൻമെൻറ്റ് ആക്ട് എനാക്ട് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ആക്ട് നമ്പർ പഠിച്ചു, അത് ഗവർണർ ഒപ്പിട്ടല്ലേ, ഗവർണർ അസെൻറ്റ് കിട്ടിയത് പഠിച്ചു, ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത് പഠിച്ചു. പിന്നെ 74th year അല്ലേ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ കേട്ടോ. കേസസ് അമെൻമെൻറ്റ് ആക്ട് ഈസ് എനാക്റ്റഡ് ഇൻ ദ 74th year ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ.
അപ്പോൾ നമുക്ക് പറയാം എന്താണ് സെക്ഷൻ 1 പറയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു, ചില കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ സെക്ഷൻ 1 നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവരുടെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ടെന്നാണ് പറയുക. ഭാരതീയ റിപ്പബ്ലിക്കിൻ്റെ 74ാം സംവത്സരത്തിൽ അത് ഓർത്തോണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എല്ലാവരും ഒന്ന് ഓർത്തോണം. ഓക്കെ. അപ്പോൾ ഇവിടെ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റൻഡ് കമൻസ് നമുക്കറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 അല്ലേ, ചുരുക്കപ്പേരും പ്രാരംഭവും എന്നും പറയുന്നുണ്ട്. ഈ ആക്ടിന് 2023 കേരള സഹകരണ സംഘ ഭേദഗതി ആക്ട് എന്ന പേര് പറയാം. ഇതുടൻ പ്രാബല്യത്തിൽ വരും. ഷാൾ കെയിം ഇൻ ടു ഫോഴ്സ് അറ്റ് വൺസ് എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഭേദഗതികളാണ്. അപ്പോൾ സെക്ഷൻ 2 കുറേ ഭേദഗതികൾ. സെക്ഷൻ 2 എന്നാണ് പറയുക, ഡെഫിനേഷൻ്റെ അത് പറയുന്നത് എന്താണ്, ഡെഫിനേഷൻ. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനേഷനാണ് അല്ലേ. സെക്ഷൻ 2 പറയുന്ന ഡെഫിനേഷനാണ്. അതിൽ പറയുന്നത് എന്താണ്, AB. സെക്ഷൻ 2AB പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് മക്കളെ. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 2AB പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, പുതിയതായിട്ട് കുറച്ച് കാര്യം കൂട്ടിച്ചേർക്കുകയാണ് ആ സെക്ഷനോടൊപ്പം. എന്താണ്, ഈ ഡെഫിനേഷനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ നിലവിലുള്ളതും കൂട്ടിച്ചേർത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നിലവിലുള്ളത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, കൂട്ടിച്ചേർത്തതിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂട്ടിച്ചേർത്തിരിക്കുന്നതിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ അർത്ഥം, മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ പറയുന്നുണ്ട്. എന്താ പറയുക, മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ ഒരു ക്ലോസ് എക്സാമിനേഷൻ. പിന്നെ എന്തെങ്കിലും സംഘത്തിന് ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫിനി എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഓവർ ഡ്യൂ ഡെപ്റ്റ്, കിട്ടാക്കടം ഉണ്ടെങ്കിൽ, അല്ലെ ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്ന ഡെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറിച്ചുള്ളൊരു ക്ലോസ് എക്സാമിനേഷൻ ഉണ്ടാവണം. ബുക്സുകളുടെ അക്കൗണ്ട് മെയിൻ്റെനൻസും മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് ക്ലോസ് എക്സാമിനേഷൻ വേണം. ഡോക്യുമെൻറ്റ്, അതർ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ്. അതോടെ നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു വന്ന് ഓർത്ത് വെക്കുക. പറയുകയാണ്, എന്താ പറയുക, സംഘത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, കുടിശ്ശിക കടക്കണക്ക്, കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന വിധം, പ്രധാനപ്പെട്ട രേഖകൾ, പിന്നെ വ്യാപാരം സംബന്ധിച്ച രേഖകൾ, കണക്ക് പരിശോധന കണക്ക് പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നാണ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ്. പിന്നെ പറയുകയാണ്, എന്താണ് പറയുക, റിപ്പോർട്ട് തയ്യാറാക്കൽ, സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശോധന. ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ അഫെയർ ഓഫ് ദ സൊസൈറ്റി, സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു പരിശോധന. പിന്നെ പറയുകയാണ് എന്താണ്, ഇൻക്ലൂഡ്സ് അഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങളുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, നീതി മെഡിക്കലൊക്കെ എന്താണ്, അനുബന്ധ സ്ഥാപനങ്ങളാണ്. അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയവ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ നോക്കണ്ടേ. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വെയർ യൂസ്ഫുൾ ഇൻ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് അല്ലേ, ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വെയർ യൂസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയവ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സഹകരണ തത്വങ്ങളുടെ അല്ലേ പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പറയുന്നുണ്ടല്ലേ. എന്താണ് പറയുക, സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്ക് പ്രയോജനകരമാക്കി അല്ലേ, പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ എന്ന് പറയും, which is activities were useful in promoting the economic welfare of the members എന്ന് പറയുന്നുണ്ട്, in accordance with the cooperative principle. സഹകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്ക് പ്രയോജനകരമാക്കി സാമ്പത്തിക പുരോഗതി നൽകുന്നുണ്ടോ എന്നുമുള്ള ഒരു സൂക്ഷ്മ പരിശോധന എന്നാണ്. ക്ലോസ് എക്സാമിനേഷൻ, കുറേ കാര്യങ്ങൾ അങ്ങ് എന്താണ് ക്ലോസ് എക്സാമിൻ ചെയ്യുകയാണ് അല്ലേ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പിന്നെ എന്താണ് ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള സൂക്ഷ്മ പരിശോധന, ബുക്സുകളും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മ പരിശോധന, സംഘത്തിലെ ഡോക്യുമെൻറ്റും മറ്റ് അതർ റെക്കോർഡ്സിനെ പറ്റിയുള്ള സൂക്ഷ്മ പരിശോധന, പിന്നെ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ, അതിൽ തന്നെ സംഘത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻക്വയറി, ഒരു അന്വേഷണം വരുന്നു, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുന്നു അല്ലേ. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സഹകരണ തത്വപ്രകാരം അവിടുത്തെ അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എത്രമാത്രം ഉതകുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ പഠിക്കാനുള്ള സംഭവം, നിലവിൽ പഠിക്കേണ്ടത് ഇത്രയാണ്, നിലവിലുള്ളത് ഇത്രയാണ്. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താണ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ് എന്നാണ് പറയുക അല്ലേ. എന്താ പറയുക ഇവിടെ കൂട്ടിച്ചേർത്ത്, എന്താ പറയുക, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്നല്ലേ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ് എന്നാണ് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ടവിടെ പറഞ്ഞത് AB അല്ലെ, AB കണ്ടത്തിൽ താഴെ പറയുന്ന വാചകം അല്ലെ, ഈ പറയുന്ന വാചകമാണ് അവസാനമായിട്ട് കൂട്ടിച്ചേർത്തുന്നത്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്താണ്, അക്കൗണ്ടുകൾ
കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓഡിറ്റ് ചെയ്യലും ഡാറ്റ മൈഗ്രേഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ വന്ന് ഓഡിറ്റേഴ്സ് ഒന്നും സിസ്റ്റം നോക്കാറില്ല, ഉണ്ടോ? ഇല്ല, അവർ വന്ന് നമ്മൾ കൊടുക്കുന്ന സ്ലിപ്പുകളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേ ബുക്ക് പ്രകാരം നമ്മുടെ സ്ലിപ്പുകളൊക്കെ നോക്കത്തേ ഉള്ളൂ. സാധാരണ രീതിയിൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സിസ്റ്റത്തിലൊന്നും ഒരു പരിശോധനകളില്ല. അപ്പോൾ ഇവിടെ പറയാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. നിലവിലൊരു കോമൺ സോഫ്റ്റ്വെയർ ഒക്കെ വരും കേട്ടോ. അപ്പം പറയുകയാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷനിലൂടെ തന്നെ വെരിഫിക്കേഷൻ വരണം, അല്ലേ? അതാണ് അവർ പറയുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ എന്ന അക്കൗണ്ടുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കൽ, സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ട്സ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലേ, സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തുനോക്കേണ്ടി വരും. പിന്നെ പറയുന്നുണ്ട് എന്താണ്, ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓഡിറ്റ് ചെയ്യലും, അപ്പോൾ സിസ്റ്റത്തിൽ തന്നെ ഓഡിറ്റ് ചെയ്യലും, പിന്നെ ഡാറ്റ മൈഗ്രേഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൂട്ടിച്ചേർത്തതാണ്, ഇത് അവർ കൂട്ടിച്ചേർത്തതാണ്. ഇപ്പോൾ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർ കൂട്ടിച്ചേർത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ, ഇതൊരു ഫസ്റ്റ് സീരീസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻട്രഡക്ഷനും ഒരു കാര്യം മാത്രം പറയുന്നത്. ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് ബാക്കി കാര്യങ്ങൾ, ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു തന്നേക്കാണ്. ഇനി നമ്മൾ വളരെ വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഈ അമെൻമെൻറ്റിൽ പഠിക്കണം. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ നൽകുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലൈവായിട്ട് തന്നെ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക, വളരെ വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. കാര്യങ്ങൾ വളരെ വിശദമായി ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക. കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് തന്നെ ഷോർട്ട് നോട്ട് ചെയ്യിക്കുക. അപ്പോൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻട്രഡക്ഷൻ മാത്രം. നമുക്ക് ഒരുപാട് ടൈം പഠിക്കാനുണ്ടെന്ന് ഓർത്തു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് ഇത്രയും മാത്രം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് പഠിക്കുക. ബാക്കി സബ്ജക്റ്റുകളും പ്രോപ്പറായിട്ട് ഷോർട്ട് നോട്ട്സുകളൊക്കെ എഴുതി വിശദമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട്, അല്ലേ, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്, അല്ലേ? കാരണം കോമ്പറ്റീഷൻ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നമുക്കും കിട്ടണം, ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടണം, ശരിയല്ലേ? എല്ലാവർക്കും കിട്ടുന്നത് നമുക്കും കിട്ടണം, ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടും, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം എങ്ങനെ വ്യത്യസ്തമായിട്ട് പഠിക്കാം, എങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, അതാണ് നമ്മുടെ കഴിവ്. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും വളരെ സിമ്പിളായിട്ട് പഠിച്ച് അതിലും സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് വിജയം സുനിശ്ചിതമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഇനി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.